മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമുക്ക് സംഖ്യകളുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം. ഞാൻ കുറച്ച് സംഖ്യകൾ മോഡൽ ചെയ്തു, നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. 2, 4, 6 ഇങ്ങനെ തുടർന്ന് പോകുന്ന കുറച്ച് സംഖ്യകൾ. ഇതിനെ നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയും. അതായത് സംഖ്യകളുടെ ഒരു കൂട്ടം, ഇതിനാണ് സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഈ സംഖ്യാശ്രേണി തുടങ്ങുന്നത് 2, അടുത്തത് 4, അതിൻ്റെ അടുത്തത് 6. ഇനി അടുത്തത് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ്? യെസ്, 8 അല്ലേ. അതിൻ്റെ അടുത്തത് എന്തായിരിക്കും? 10. അങ്ങനെ നമുക്ക് അതിൻ്റെ അടുത്തുള്ളതും അതിൻ്റെ അടുത്തുള്ളതും ഒക്കെ പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സംഖ്യാശ്രേണി പറയാം. 1, 3, 5, 7 അങ്ങനെ പോയി. ഇതിൻ്റെ അടുത്ത സംഖ്യ എന്തായിരിക്കും? ഇവിടെ നമ്മൾ പറയുന്നത് 1, 3, 5, 7 അല്ലേ. 7 കഴിഞ്ഞിട്ട് അടുത്തത് എന്തായിരിക്കും വരേണ്ടത്? 9 അല്ലേ. അതെങ്ങനെയാണോ ഈ 9 വന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ തുടങ്ങിയത് 1. 1നോട് 2 കൂട്ടിയപ്പോൾ നമുക്ക് 3 കിട്ടും. 3നോട് 2 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 5 കിട്ടി. 5നോട് 2 കൂട്ടിയാൽ 7 കിട്ടും. ഇനി ശരി, അങ്ങനെ 7നോട് വീണ്ടും 2 കൂട്ടുമ്പോൾ അങ്ങനെ ഓരോ സംഖ്യയോടും 2 കൂട്ടിപ്പോയാൽ നമുക്ക് അടുത്തടുത്തുള്ള സംഖ്യകളൊക്കെ പറയാൻ പറ്റും. അതേപോലെ തന്നെയല്ലേ ആദ്യം പറഞ്ഞ സംഖ്യാശ്രേണിയും. 2, 4, 6. 2, 4 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2നോടുകൂടി 2 കൂട്ടണം. 4നോട് 2 കൂട്ടിയാൽ 6ആയി. 6നോട് 2 കൂട്ടിയാൽ 8. 8നോട് 2 കൂട്ടിയാൽ 10. അങ്ങനെ ഇതിലുള്ള ഏത് സംഖ്യ, ഈ തുടർന്ന് വരുന്ന ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 2 വീതം കൂട്ടിയിട്ട് അല്ലേ. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതേപോലെ ഈ ഒരു പ്രത്യേകതയുള്ള ഒരു ശ്രേണി, ഏതെങ്കിലും ഒരു ശ്രേണി ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, 5, 10, 15, 20, 25 അങ്ങനെ പോകും അല്ലേ. എന്താണ് ഈ ശ്രേണിയുടെ പ്രത്യേകത? ഇതിൽ ആദ്യത്തെ സംഖ്യ 5ആണ്, അടുത്ത സംഖ്യ 10ആണ്, അതിനടുത്തത് 15ആണ്. ഇവിടെ ഓരോ ആദ്യത്തെ സംഖ്യയോടുകൂടി 5 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും. അടുത്തത് എന്ത് കിട്ടും? 5 കൂട്ടിയാൽ വീണ്ടും 15 അങ്ങനെ കിട്ടും. ഈ സംഖ്യാശ്രേണിയിലെ ഈ സംഖ്യകളെ നമ്മൾ സാധാരണയായിട്ട് പദങ്ങൾ എന്നാണ് പറയുക. ഇത് 1ാമത്തെ പദം, ഇത് 2ാമത്തെ പദം, 3ാമത്തെ പദം. അപ്പൊ ഈ ഒരു ശ്രേണിയിലെ അടുത്ത പദം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് തൊട്ട് മുമ്പിലുള്ള പദത്തോട് ഒരു നിശ്ചിത പദം, ഇവിടെ 2 മാത്രമേ കൂട്ടുന്നുള്ളൂ അല്ലേ, വേറെ ഒന്നും കൂട്ടുന്നില്ലല്ലോ. അതുപോലെ ഇവിടെയും 2 മാത്രമേ കൂട്ടുന്നുള്ളൂ. ഇവിടെ അതേപോലെ 5ആണ്, ഓരോ പദത്തോടും 5 കൂട്ടുന്നു. ഇനി വേറെ ഒന്ന് നമുക്ക് അതേപോലെ പറയാലോ, പറഞ്ഞു നോക്കൂ. 3, 6, 9, 12 അങ്ങനെ പോകും അല്ലേ. ഇവിടെ നമ്മൾ എന്താ കൂട്ടിയത്? ഒരു പദം, ആദ്യത്തെ പദം. ഈ സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? 3ആണ്. ആ 3നോട് 3 കൂട്ടിയപ്പോൾ അടുത്ത പദം കിട്ടും. അതിനോട് വീണ്ടും 3 കൂട്ടിയപ്പോൾ അടുത്ത പദം. അങ്ങനെ ഓരോ പദം കിട്ടാനും ഈ സംഖ്യാശ്രേണിയിലെ ഒരു പദത്തോട് അതിനോട് ഒരു നിശ്ചിത പദം, ഒരേ സംഖ്യ തന്നെയാണ് നമ്മൾ കൂട്ടുന്നത്. ഇപ്പൊ നോക്കൂ, ഈ കണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ 4 തരം സംഖ്യാശ്രേണികൾ എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരേ പ്രത്യേകതയാണത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ സംഖ്യാശ്രേണിയിലെ ഒരു പദത്തോട് ഒരു നിശ്ചിത സംഖ്യ കൂട്ടുമ്പോഴാണ് അടുത്ത പദം കിട്ടുന്നത്. അതിനോട് വീണ്ടും അതേ സംഖ്യ തന്നെ കൂട്ടുമ്പോഴാണ് അടുത്ത പദം. അപ്പൊ ഇത്തരം ധാരാളം സംഖ്യാശ്രേണികൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മളെ ഗണിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം സംഖ്യാശ്രേണികൾ കണ്ടെത്താൻ പറ്റും. ഇത്തരം സംഖ്യാശ്രേണികൾക്ക് പൊതുവായിട്ടൊരു പേര് പറയാറുണ്ട്. അതിൽ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി അതായത് ഒരു സംഖ്യാശ്രേണിയിലെ ഒരു പദത്തോട് നിശ്ചിത സംഖ്യ കൂട്ടിയിട്ടാണ് അടുത്ത പദം. അതുപോലെ വീണ്ടും അടുത്ത പദം കിട്ടണമെങ്കിൽ അതേ സംഖ്യ കൂട്ടാം. അതായത് ഒരു നിശ്ചിത പദം കൂട്ടിക്കിട്ടുന്ന സംഖ്യാശ്രേണിയെയാണ്, ഓരോ പദത്തോടും ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കിട്ടുന്ന സംഖ്യാശ്രേണിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സമാന്തര ശ്രേണി? ഒരു സംഖ്യാശ്രേണിയിലെ ഓരോ പദത്തോടും നിശ്ചിത സംഖ്യ കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്കാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇത്തരം സമാന്തര ശ്രേണികൾ എഴുതി നോക്കിക്കൂടെ? വേറൊരു ഉദാഹരണം എന്തായിരിക്കും സംഖ്യാശ്രേണിക്ക്? 10, 20, 30